മോനെ മോനെ എങ്ങനെയുണ്ട് പടം? 3D എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. എടുത്തു പറയുന്നത് ഇഷ്ടപ്പെട്ടതായ സിനിമയ്ക്ക് കണ്ടേല് ബെറോസ്. ബെറോസിന്റെ കൂടെ ഒരു പാവയുണ്ടല്ലോ, അതെങ്ങനെയുണ്ട്? ഏ? വൂഡു വൂഡു ആ കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു. 3D ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആ 3D കൊള്ളായിരുന്നു. കൊള്ളായിരുന്നു. വേറൊരു ലോകത്തെത്തിയ പോലെയായിരുന്നു. ഇറ്റ് വാസ് വെരി ഗ്രേറ്റ്. ഗ്രേറ്റ് മൂവി, ഗ്രേറ്റ് ഫിലിം. നന്നായിട്ട് എടുത്തിട്ടുണ്ട് മോഹൻലാൽ. ഡയറക്ടറുടെ ഡെബ്യൂ എന്ന് പറയത്തേ ഇല്ല. നമ്മളെ കഥ, നമ്മളൊരു ഫാൻറ്റസി സ്റ്റോറി നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യത്തില്ലേ, അത് തന്നെ കാണാൻ കഴിഞ്ഞായിരുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് മൂവി, ഗ്രേറ്റ് മേക്കിംഗ്. ഫോറിൻ ആക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവന്നത് നന്നായെന്നേ ഞാൻ പറയത്തുള്ളൂ. എനിക്ക് ആദ്യം തോന്നി എന്തിനാ വെളിയിൽ നിന്നൊക്കെ, പക്ഷെ കണ്ടപ്പം അത് തന്നെ ആപ്റ്റായിരുന്നു തോന്നി. എല്ലാവരും നന്നായിരുന്നു. മേക്കിങ്ങും നന്നായിരുന്നു. മോഹൻലാലിൻ്റെ മേക്കിംഗ്, മോഹൻലാലിൻ്റെ പെർഫോമൻസ് പിന്നെ പറയേണ്ട കാര്യമില്ല. പിന്നെ എല്ലാം കൊണ്ടും നന്നായിരുന്നു. ഗ്രേറ്റ് മേക്കിംഗ്. 3D വർക്കൊക്കെ നന്നായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വെറുതെ പറയുന്നതല്ല, നമുക്ക് റിയൽ ആയിട്ട് ഫീൽ ചെയ്തായിരുന്നു. എസ്പെഷ്യലി മെയിനായിട്ട് വരുന്ന സീൻസിലൊക്കെ 3D എഫക്റ്റ് നന്നായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവസാനം ഇമോഷണൽ ആയിട്ട് തന്നെ ഇറങ്ങേണ്ടി വന്നത്. ക്രിസ്മസ് ബാറോസ് കൊണ്ടുപോകും. ബിക്കോസ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒരു ടീനേജ് വരെയുള്ള കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. കുട്ടികൾ എന്തായാലും വരും. എല്ലാം ഫ്രീ ആകുമ്പോഴത്തേക്കും വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നല്ല മൂവിയാണ്. എനിക്ക് വളരെ നല്ല ഒപ്പീനിയനാണ് ഉള്ളത്. ഞാൻ പറഞ്ഞ കിഡ്സ് മാത്രമല്ല, ഇപ്പം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കിഡ്സിനെ കാണാനുള്ള മൂവിയാണെന്ന്. എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഫിലിം ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഏത് കാര്യമാണെങ്കിലും നമ്മൾ നെഗറ്റീവ് മനസ്സ് വെച്ചിട്ട് വന്ന് കണ്ടിട്ട് കാര്യമില്ല. പ്യുവർലി നമ്മൾ ബ്ലൈൻഡായിട്ട് വരിക, ആ മൂവി നമ്മൾ മനസ്സിൽ ഇഷ്ടപ്പെട്ട് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു മൂവിയായിട്ട് എനിക്ക് പറയണം. എനിക്ക് എന്താണ്, ഞാൻ റിവ്യൂ കേട്ടു, പക്ഷേ ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇപ്പം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ കുറേ പേര് അങ്ങനെ പറയുന്നുണ്ട്. നെഗറ്റീവ് കേട്ടിട്ട് നമ്മൾ വന്നിരുന്ന ആ രീതിയിൽ ഒരു മൂവി കാണുവാണെങ്കിൽ നമുക്ക് എല്ലാം നെഗറ്റീവായിട്ട് തോന്നും. നമ്മൾ ബ്ലൈൻഡായിട്ട് അത് മൊത്തത്തിൽ മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ പ്യുവറായിട്ടൊരു എന്താണ് സ്റ്റോറി, എങ്ങനെയാണ് എന്ന് നമ്മളത് എൻജോയ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നല്ലതായിട്ട് എനിക്ക് തോന്നുള്ളൂ. അങ്ങനെ തന്നെ പോയി കാണാം. നമ്മൾ നെഗറ്റീവ് ഈ റിവ്യൂസ് ആദ്യമേ എടുത്ത് കാണാതെ, നമ്മൾ സാധാരണ പണ്ടൊക്കെ എങ്ങനെയാണ് ആൾക്കാർ സിനിമ കണ്ടിരുന്നത്, എല്ലാ റിവ്യൂവും കഴിഞ്ഞിട്ടാണോ സിനിമ കാണുന്നത്? അല്ലല്ലോ. നമ്മൾ ചെന്ന് കാണുന്നു, കണ്ട എക്സ്പീരിയൻസ് ചെയ്യുന്നു, അങ്ങനെ തന്നെ പോകുന്നു. അതുപോലെ നിങ്ങൾ കാണാം. എല്ലാം ഇപ്പം കുറേ കമൻറ്റ് കേട്ടിട്ട്, നെഗറ്റീവ് കാര്യങ്ങൾ കേട്ടിട്ട് ചെന്നിരുന്ന ഒരു മൂവി കണ്ടാൽ നമുക്കും അങ്ങനെ ഫീൽ ചെയ്യും. നമ്മളെപ്പോഴും ആ ഒരു കണ്ണോട് കൂടിയായിരിക്കും നമ്മൾ നോക്കുന്നത്. എന്തോ നെഗറ്റീവ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് നമ്മൾ നോക്കരുത്. നല്ല പ്യുവർ മൈൻഡോട് കൂടി പോയിരുന്ന് കാണുക. നല്ല മൂവിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല മൂവിയായിരുന്നു. സിനിമയ്ക്ക് മോഹൻലാലിന്റെയും എല്ലാം, ആ പാവയുടെ എല്ലാം ആക്ടിങ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. മറ്റേ സെൻസിറ്റീവായിട്ട്, അതായത് ആ ബെറോസിന്റെയും ആ ഇസബെല്ലയുടെ ആ ഒരു വളരെ ടച്ചിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കുട്ടികൾക്ക് അതാണ്, നമുക്ക് മുതിർന്നവർക്കാണെങ്കിലും ആ ഒരു ഫീല് എന്താണ്, ഇപ്പം ആ സോങ്സ് ഒക്കെ ആണെങ്കിലും മോഹൻലാലിന്റെ സൗണ്ടിൽ കേൾക്കണം നല്ല ഫീൽ ഉണ്ടായിരുന്നു. എപ്പോഴും വിചാരിക്കും പുറത്ത് ആരെങ്കിലും കൊണ്ട് പാടിച്ചു കഴിഞ്ഞാൽ വളരെ അങ്ങനെയൊക്കെയുള്ള ഒപ്പീനിയൻസ് ആണ്. പക്ഷേ ഇതൊന്നും അതിൽ മോഹൻലാൽ തന്നെ പാടണമെന്ന് തോന്നുന്നു. കാര്യം ആ മോളോടുള്ള സ്നേഹം, ഇസബെല്ലയോടുള്ള സ്നേഹം കാണിക്കുന്ന ശരിക്കും ആ ഫീല് കറക്റ്റായിട്ട് അത് ടച്ച് ചെയ്യുന്നെങ്കിൽ മോഹൻലാൽ തന്നെ അത് പാടണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിള്ളേർ കാണാൻ പറ്റിയ പടം. 3D എഫക്റ്റ് അടുപ്പില്ല, മേക്കിംഗ് കൊള്ളാം. ഭയങ്കര ഇഷ്ടപ്പെടും. സൂപ്പറായിരുന്നു. 3D ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? 3D ഒക്കെ അടിപൊളി. എങ്ങനെയുണ്ട് മോഹൻലാൽ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. മോഹൻലാലും ആ മോളും എല്ലാം സൂപ്പറായിരുന്നു. അടിപൊളി, സൂപ്പറായിരുന്നു, അടിപൊളി. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നല്ലതായിരുന്നു. 3D ഒക്കെ എങ്ങനെയുണ്ട്? 3D ഒക്കെ നല്ലപോലെ എടുത്തിട്ട്. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിൽ എടുത്ത് പറയാൻ തോന്നി? നല്ലപോലെ 3D ഫുൾ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് പോലെ, സെക്കൻഡ് ഹാഫ് പക്ഷേ നല്ലപോലെ ഉണ്ട്. നല്ല കുട്ടികൾക്കെല്ലാം കാണാൻ പറ്റിയ കുട്ടികൾക്ക് കാണാൻ പറ്റിയ സിനിമ. നല്ല മൂവിയായിരുന്നു. മോന് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ മേക്കിംഗ് വൈസ് ആണെന്നുണ്ടെങ്കിലും 3D ആണെന്നുണ്ടെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ആക്ടിങ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം വളരെ നന്നായിരുന്നു. മോന് വളരെ ഇഷ്ടപ്പെട്ടു ഫിലിം. ഇഷ്ടപ്പെട്ടു. 3D ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. സൂപ്പറായിരുന്നു. കൊള്ളാം. മുട്ടടിച്ചിരിക്കാം. സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. എങ്ങനെയുണ്ട് 3D എഫക്ട്സും കാര്യങ്ങളും? 3D എഫക്റ്റ് നല്ല എങ്ങനെയുണ്ട്? ഫുള്ളായിട്ട് മേക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതാണ്. പുള്ളിയുടെ നല്ലൊരു പടം. ഫസ്റ്റ് ഡയറക്ഷൻ അല്ലേ, അതുകൊണ്ട് അതിൻ്റെതായ ഒരു 3D ഒരു കുട്ടികൾക്കുള്ള ഒരു പടം കേട്ടോ.
എന്നുവെച്ചാൽ ഒരു വലിയൊരു മുതിർന്ന ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇഷ്ടപ്പെട്ടായിരുന്നു. 3D ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 3D ഒക്കെ കൊള്ളായിരുന്നു. വേറെന്താണ് എടുത്തു പറയാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ്? അല്ല മേക്കിങ്ങും കാര്യങ്ങളും മേക്കിംഗ് ഒക്കെ കൊള്ളായിരുന്നു. എങ്ങനെയുണ്ട്? ലാലേട്ടൻ്റെ ഒരു സംവിധായകനായിട്ട് എങ്ങനെയുണ്ട്? കൊള്ളായിരുന്നു. Making? കൊള്ളായിരുന്നു. 3D എഫക്ട്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. സൂപ്പറായിരുന്നു. ഇഷ്ടപ്പെട്ടു. 3D ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ടത്? ഫെറോസിന്റെ കൂടെ ഒരു പാവയുണ്ടല്ലോ. ഫെറോസിന്റെ കൂടെ ഒരു പാവ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? ഉടു പാവ എങ്ങനെയുണ്ട്? ഉടു പാവ കൊള്ളായിരുന്നോ? കുട്ടികൾക്ക് പറ്റിയൊരു സിനിമയാണ്. റോസ അടിപൊളി സിനിമ. എങ്ങനെയുണ്ട്? 3D കാര്യങ്ങളൊക്കെ 3D അടിപൊളി, പക്ക സെറ്റ് അടിപൊളി. ഫസ്റ്റ് ഹാഫിൽ ലാഗുണ്ട്, പിന്നെ അതൊക്കെ മറ്റു നോക്കിയ സിനിമ അടിപൊളിയാണ്. 3D ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, പക്ഷെ ഓവറോൾ കൊള്ളായിരുന്നു. നല്ലായിരുന്നു. കുട്ടികൾക്ക് വേണ്ടിയാണോ വന്നത്? കുട്ടികൾക്ക് കൊള്ളാം, കാണാൻ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കുഴപ്പമില്ല, നല്ലായിരുന്നു. പറഞ്ഞു സെയിം തന്നെ. 3D ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 3D നല്ലൊരു എന്താ പറയുക, ഒരു പുതിയൊരു മലയാളം ഫിലിം എന്ന് പറയുന്ന രീതിയിൽ മലയാളത്തിലൊരു പുതിയൊരു എഫക്റ്റാണ്. നല്ല എന്താ പറയുക, പ്രതീക്ഷനെക്കാട്ടും നല്ല എഫക്റ്റിലാണ് വന്നത് 3D. എങ്ങനെയുണ്ട്? മോഹൻലാലിന്റെ ഒരു ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? ഭൂതം മോഹൻലാലിൻ്റെ ക്യാരക്ടർ യെസ്, ഒരു ഡിഫറെൻറ്റ് റോള് നല്ലായിരുന്നു. ഇഷ്ടപ്പെട്ടോ? 3D ഒക്കെ എങ്ങനെയുണ്ട്? വർക്കൗട്ട് ആയോ? ഇങ്ങനെ ബാറോസിന്റെ കൂടെ ഒരു പാവം ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്? 3D ഒക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം. എടുത്തു പറയാൻ ഇഷ്ടപ്പെട്ട എന്താണ് സിനിമയ്ക്കകത്ത്? എല്ലാം ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല സിനിമ. 3D ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. കൊള്ളായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിൽ? 3D ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 3D എഫക്ട്സ് ഒക്കെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫ് വളരെ നന്നായിട്ട് തോന്നി. കുറച്ച് ക്യാരക്ടറും ആ കുട്ടി നമ്മളുടെ ഡെപ്ത് അധികം കാണിച്ചില്ലെങ്കിലും നമുക്ക് ഫീൽ ചെയ്യാം, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. റിയലി ലവ് ദ മൂവി. എല്ലാവരും കാണാൻ ശ്രമിക്കണം. മോഹൻലാലിന്റെ വണ്ടർഫുൾ ജോബ്. എങ്ങനെയുണ്ട്? വിഷ്വലി കാര്യങ്ങൾ വിഷ്വൽ ട്രീറ്റ് ആണ് ആക്ച്വലി. നല്ല 3Dയും ഗ്രാഫിക്സും ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഇത്രയും ഒരു ബെറ്റർ ലെവലിൽ മലയാളം ഫിലിം ഇൻഡസ്ട്രി ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ബോളിവുഡിലും ഞാനത് കണ്ടിട്ടില്ല. സോ നമുക്ക് അഭിമാനിക്കാം, നല്ലൊരു രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വന്ന് കാണണം, കാണാനുള്ളതുണ്ട്. എങ്ങനെയുണ്ടാ മോഹൻലാൽ ഒരു ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ഭൂതം എന്ന് പറയുന്ന മോഹൻലാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേറൊരു ആക്ടറിനെയും ആ റോള് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഉള്ളി ഈ ക്യാൻ ഡു ഇറ്റ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മാനറിസംസ് ഒക്കെ വളരെ കൺട്രോൾഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. 3D കുഴപ്പമില്ല, നല്ല വിഷ്വലായിട്ട് ഉള്ളുണ്ട്, പക്ഷെ കുഴപ്പമില്ല, പ്രതീക്ഷിച്ച അത്ര ഒരു കുഴപ്പമില്ല. 3D ഒക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു. എന്താണ് കൊള്ളായിരുന്നു. പടം കൊള്ളാം. ഒരു തവണ പിള്ളേർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് പറയാറുകൂടാ, പക്ഷെ എന്റർടൈൻമെന്റ് ആണ്. വിഷ്വലും 3D ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 3D കൊള്ളാം. 3D കൊള്ളാം. പടം നല്ല പടം.